നമസ്കാരം. ഇന്ന് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയതും ചമ്മന്തിയും. ഈവനിങ് സ്നാക്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് ഞാൻ 1 കിലോ ചക്കരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി കഴുകണം. ഇതിൻ്റെ മുകളിൽ ചളിയും അതുപോലെ തന്നെ കേടുഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കേടുഭാഗങ്ങൾ ചെത്തിക്കളയണം. ചളിയൊക്കെ നന്നായി കഴുകണം. അതിന് വേണ്ടി ഞാനിതൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ ഒരു കറുപ്പ് കളറൊക്കെ. നമ്മൾ ചളിയാണെങ്കിൽ അത് നന്നായി ഉരച്ച് തന്നെ കഴുകണം. അതുപോലെ കറുപ്പ് കേടുഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെത്തി കളഞ്ഞാൽ മതി. അങ്ങനെ നമുക്കതൊന്ന് നന്നായി കഴുകിയെടുക്കാം. കണ്ടില്ലേ, ഇതേമാതിരി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇനി ഞാനിത് ചക്കരക്കിഴങ്ങ് ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചക്കരക്കിഴങ്ങെല്ലാം മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ചക്കരക്കിഴങ്ങൊക്കെ പീസാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കണം. കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. അതിന് വേണ്ടി തന്നെ ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും കുറച്ച് വെള്ളം കൂടിയാലും നമുക്കിത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം അങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവാനായിട്ട് 3 വിസിലാണ് വേണ്ടത്. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടെ മതി. അപ്പം 3ാമത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയ ചമ്മന്തി റെഡിയാക്കാം. അതിന് വേണ്ടി 2 ചുവന്നുള്ളി, അതുപോലെ തന്നെ ഒരു സവാള കഷ്ണം, പച്ചമുളക്, പുളിങ്ങ, ഉപ്പ്, 2 കറിവേപ്പില, ഇതെല്ലാം പാടെ ഇതിലിട്ടൊന്ന് കുത്തിയെടുക്കാം. ചമ്മന്തി രൂപത്തിലൊന്ന് ചതച്ചെടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. ഈ ഒരു രൂപത്തിലാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കരക്കിഴങ്ങ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കരക്കിഴങ്ങ് പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊറ്റിക്കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചക്കരക്കിഴങ്ങ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈവനിങ് സ്നാക്സിന് പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ്. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഓരോ റെസിപ്പികളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.